ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭ്യന്തരായ പിതാക്കന്മാരെ, ആദരണീയരായ പ്രഭാഷന്മാർ, പ്രിയമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, 1876 മലങ്കര സഭയുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ വർഷങ്ങളിലൊന്നാണ്. പരിശുദ്ധനായ പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ തിരുമേനി സന്നിഹിതനായിരുന്ന മുളന്തുരുത്തി സുന്നഹദോസ് ചേർന്ന വർഷമാണ്. മെത്രാസന വിഭജനത്തിൻ്റെയും പുതിയ മെത്രാന്മാരുടെ വാഴ്ചയുടെയും ഒക്കെ സംഭവബഹുലമായ ഒരു പരിസരം സഭാചരിത്രത്തിൽ സംജാതമായ ഒരു വർഷമാണ്. ഇതേ വർഷം തന്നെ ഇങ്ങ് ഗോവയിൽ in 1876 Father Manuel Augusto de Carvalho had started one religious political fortnightly called a Cruz, the Cross. മിലിറ്ററി ചാപ്ലിൻ ആയിരുന്ന ഫാദർ മാനുവൽ കാർവലോ 1876 ജൂലൈ 15 എ ക്രൂസ് എന്ന തൻ്റെ ദൈവാരികയുടെ ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ പിന്നണിയിൽ വളരെ ധീരനും സമർത്ഥനും വിശ്വസ്തനുമായ ഒരു യുവ പുരോഹിതൻ നന്നായി പണിയെടുക്കുന്നു. ഫാദർ അന്റോണിയോ ഫ്രാൻസിസ്കോ സേവിയർ അൽവാരിസ്, പാഡ്രെ അൽവാരിസ്, തൂലിക പടവാളാക്കിയ ഒരു ധർമ്മസമരത്തിന്റെ യാത്ര അവിടെ ആരംഭിക്കുകയാണ്. ലൗട്ടോലിലും സ്കൂളിലും റാക്കോൾ സെമിനാരിയിലും പഠനം പൂർത്തിയാക്കിയ ഫാദർ അൽവാരിസ് പോർട്ടുഗീസ് ഭാഷയിൽ നല്ല പ്രാവീണ്യം നേടിയൊരു വ്യക്തിത്വമാണ്. 1877 ഈ വാരികയുടെ സമാരംഭത്തിന് ശേഷം ഒരു വർഷം പിന്നിടുമ്പോൾ ഫാദർ മാനുവൽ കാർവലോ രോഗബാധിതനാവുകയും മരണം സംഭവിക്കുകയും ചെയ്തു. തുടർന്ന് ഈ പ്രസിദ്ധീകരണത്തിന്റെ ചുമതലയിലേക്ക് വരുന്നത് പാഡ്രെ അൽവാരിസ് ആണ്. അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ മുതൽ ഇതൊരു വീക്കിലിയായി പരിണമിക്കുന്നു. പൊതുവെ പോപ്പിന്റെ ബൂളാകളും അതിന്റെ സംക്ഷിപ്തങ്ങളും ഒക്കെയായി സഭാവാർത്തകളുമൊക്കെ നൽകിയിരുന്ന ഈ പത്രം അല്ലെങ്കിൽ ഈ വാരിക വിമർശനാത്മകമായ ഒരു പത്രപ്രവർത്തനത്തിന്റെ സ്വഭാവം കാട്ടിത്തുടങ്ങുന്നത് അൽവാരിസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ ജീവചരിത്രകാരൻ ശ്രീ ജോർജ് കെ കുര്യൻ എഴുതിയിരിക്കുന്ന പ്രകാരം, the editor did not forget to bring out the lacunas in the system of governance and corruption among the officials. He also criticized the false devotion and religious exhibitionism. കപട ആധ്യാത്മികതയുടെ പ്രകടനപരതയെയും അധികാര ദുർവിനിയോഗത്തെയും വെല്ലുവിളിക്കുന്ന ഒരു പ്രസിദ്ധീകരണം. സ്വാഭാവികമായും അതിൻ്റെ അന്ത്യം എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രാഷ്ട്രീയ അധികാരികളും സഭാധികാരികളും ഒരുപോലെ
അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ജൂലൈ 16 1882 the publication of a cruise was stopped. ജൂലൈ 16 കുരിശ് നീങ്ങി പോകുന്നുണ്ട്. പക്ഷേ 16, 17, 18 മൂന്നാം നാൾ സത്യം ഉയർത്തെഴുന്നേൽക്കും. പാഡ്രെ അൽവാരിസ് തന്റെ അടുത്ത പ്രസിദ്ധീകരണം ആരംഭിക്കുകയാണ്. എ വെർദാദെ, ദി ട്രൂത്ത്. കുരിശിൽ നിന്ന് സത്യത്തിലേക്ക്. The first issue of A Verdade came out. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളുടെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതാണ്. പ്രോഗ്രസീവിന്റെ ഗോവയിലൂടെ സാമൂഹിക നവോത്ഥാന പരിശ്രമങ്ങളും ഒടുവിൽ അൽവാരിസ് മാർ യൂലിയോസ് എന്ന പേരിൽ മെത്രാപ്പൊലിത്തായ ശേഷം ദി ഇന്ത്യൻ ക്രൈ ഔട്ട്, ഓ ബ്രാഡോ ഇന്ത്യാനോയിലൂടെ ജയിൽവാസത്തോളം എത്തുന്ന ശക്തമായ സാമൂഹിക വിമർശനവും അദ്ദേഹം തുടർന്നു പോരുന്നു. അധികാരത്തിന്റെ ഇടനാഴികളിലെ തണുപ്പും അധികാരത്തിന്റെ അപ്പക്കഷ്ണങ്ങൾ തിന്നു തൂങ്ങാനുള്ള സ്വാഭാവികമായ ത്വരയും പേറുന്ന സാധാരണ പുരോഹിത ജീവിത ശൈലിക്ക് വിരുദ്ധമായി സത്യം സംസാരിക്കാനും ധർമ്മത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഉറക്കെ പ്രഖ്യാപിക്കാനും ശേഷിയുള്ള ഒരു പുരോഹിതൻ, ദൈവത്തെ ഭയമുള്ള, മനുഷ്യനെ ശങ്കയില്ലാത്ത ഒരു പുരോഹിതന്റെ ചിത്രം. പാഡ്രെ അൽവാരിസിൽ നിന്ന് അൽവാരിസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്തയിൽ എത്തുമ്പോൾ നാം കണ്ടുമുട്ടുന്നത് ഇങ്ങനെ ഒരു ചിത്രമാണ്. വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ കോളറ കാലത്തെ പ്രണയത്തെ ഓർമ്മിപ്പിക്കും വിധം കോളറ കാലത്തെ അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾ, ഗോവൻ മണ്ണിലെ കപ്പ കൃഷി, ഇവിടുത്തെ ക്ഷാമകാലത്ത് ഭക്ഷ്യവിതരണത്തിന് വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ ആ നാട്ടുമാർഗം, ഇതൊക്കെ മലങ്കര സഭയുടെ തന്നെ സാക്ഷ്യമായി തീർന്നുവെന്നതാണ് നമ്മുടെ സഭാചരിത്രത്തെ കൂടുതൽ ആഴമുള്ളതാക്കി തീർക്കുന്നത്. വ്യവഹാരങ്ങളുടെ മാത്രം ചരിത്രാഖ്യായികകളിൽ പെട്ടുഴലുന്ന നാം പലപ്പോഴും മനഃപൂർവ്വമല്ലാതെ വിസ്മരിച്ചു പോകുന്ന ഇത്തരം ഓർമ്മകളുടെ ആഘോഷം സംഗതമാവുന്നത് ഇവിടെയാണ്. കാരണം മാർ അൽവാരിസിന്റെ ഓർമ്മ ചരിത്രത്തെ അഗാധമാക്കുന്ന ഒരു ഓർമ്മയാണ്. BBC-യുടെ ഒരു ഹിസ്റ്റോറിക്കൽ സീരീസ് ഉണ്ട്. അതിൽ റിനേസൻസിനെ കുറിച്ച് 3 എപ്പിസോഡ്. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: റിനേസൻസ്, ദ ഹിസ്റ്ററി ഓഫ് ബ്ലഡ് ആൻഡ് ബ്യൂട്ടി. സൗന്ദര്യത്തിൻ്റെയും രക്തത്തിൻ്റെയും ചരിത്രം, അതാണ് നവോത്ഥാനത്തിന്റെ ചരിത്രം. ആ 3 എപ്പിസോഡുകളിലും പരാമർശിക്കുന്നത് നമുക്ക് സുപരിചിതരായ 3 കലാകാരന്മാരുടെ ആരോഗ്യപരമായ കലാകിടമത്സരത്തെക്കുറിച്ചാണ്. അതിന് സമാന്തരമായി സിസ്റ്റൈൻ ചാപ്പലിൽ വിരിഞ്ഞ ആ സൗന്ദര്യ ദർശനത്തെക്കുറിച്ചാണ്. അവർ മറ്റാരുമല്ല, ലിയോനാർഡോ ഡാവിഞ്ചി, റഫായൽ, മൈക്കലാഞ്ചലോ. 1400കളുടെ അവസാനവും 1500കളുടെ പ്രാരംഭവുമായി ഈ 3 കലാകാരന്മാർ ഫ്ലോറൻസിൽ തുടങ്ങിയ ആ കലാവിപ്ലവം എത്രമാത്രം സഭയെ വർണ്ണാഭമാക്കി തീർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടി ആ ചരിത്രത്തിലുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് അതിൽ ഒരു വാക്ക് മാത്രമാണ്. പ്രത്യേകിച്ചും ബഹുമുഖ പ്രതിഭയായിരുന്ന ലിയോനാർഡോ ഡാവിഞ്ചിയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ കുറിപ്പുകളിലുള്ള ഒരു പരാമർശം.
ഔപചാരികമായി കലാസബരിയിൽ വലിയൊരു ശിക്ഷണമൊന്നും ലഭിക്കാത്ത മനുഷ്യനാണ് ഡാവിഞ്ചി. അദ്ദേഹം തൻ്റെ വളർച്ചയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വരികൾ ഇങ്ങനെയാണ്: ഐ ആം എ ഡിസൈപ്പിൾ ഓഫ് എക്സ്പീരിയൻസസ്. ഐ ആം എ ഡിസൈപ്പിൾ ഓഫ് എക്സ്പീരിയൻസസ്. അനുഭവങ്ങളുടെ ശിക്ഷണം. എത്ര ആഴമുള്ളൊരു വാക്കാണ്. മാർ അൽവാരീസ് ജൂലിയസ് മെത്രാപ്പോലീത്തായ്ക്ക് ചേരുന്ന വരികൾ. ഗോവ, ബോംബെ, സിലോൺ, മലബാർ, അങ്ങനെ എത്രയെത്ര അനുഭവ മണ്ഡലങ്ങൾ. പരിശുദ്ധനായ പരിമല തിരുമേനി, ഗുരുവായ പുലിക്കോട്ടിൽ തിരുമേനി, കടവിൽ അഥനാസിയസ് തിരുമേനി, ഇങ്ങനെ എത്രയെത്ര മഹത്തുക്കളുടെ സംസർഗം. വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുടെ മൂശയിൽ തീർത്തെടുത്ത സംഘർഷങ്ങളുടെയും സന്ദേഹങ്ങളുടെയും കടക്കോലുകൊണ്ട് മെനഞ്ഞെടുത്ത ഹൃദയബോധ്യങ്ങളോട് പ്രതിബദ്ധത പുലർത്തിയ ഒരു മഹിതാചാര്യനാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം മനുഷ്യഗന്ധിയായ ഒരു പുരോഹിതനായിരുന്നു. തൻ്റെ നിർഭയത്വത്തിന്, ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള സംസാരങ്ങൾക്ക് ആധാരമായി തീർന്നത് നിശ്ചയമായും സുവിശേഷ മൂല്യങ്ങളോടുള്ള പ്രതിപത്തി മാത്രമായിരിക്കും. ആത്യന്തികമായി ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് തൻ്റെ പൗരോഹിത്യമെന്ന ആത്മബോധം തന്നെയാവും. ദ ഓർത്തഡോക്സ് പാസ്റ്റർ എന്ന ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെ ഒരു വരിയിലാണ്: priesthood is a life continuing, whose life Christ life continuing. ക്രിസ്തുവിൻ്റെ ജീവിത തുടർച്ചയാണ് പൗരോഹിത്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു: ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. Do not fear those who kill the body but cannot kill the soul. തുടർന്ന് എന്താ വായിക്കാം? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഈ വരികൾ കേട്ട് വളർന്ന ശിഷ്യന്മാരുടെ ജീവിതം നോക്കണം. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ ഒരു വിചാരണ വിവരിക്കുന്നുണ്ട്. പെന്തിക്കോസ്ത പെരുന്നാളിന് ശേഷം ഏതോ ഒരു നാൾ സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്കൽ വെച്ച് പത്രോസും യോഹന്നാനും കൂടി ഒരു മുടന്തനെ സുഖപ്പെടുത്തുന്നു. അത് വലിയ വിവാദമായി. ആ വിവാദങ്ങൾക്കൊടുവിൽ അതൊരു വിചാരണയിലേക്ക് എത്തുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ ആ വിചാരണയെക്കുറിച്ച് ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. മഹാപുരോഹിതനായ ഹന്നാവും കയ്യപ്പാവും യോഹന്നാനും അലക്സന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ആ വിചാരണയ്ക്കുണ്ട്. ഇവർ പത്രോസിനെയും യോഹന്നാനെയും നടുവിൽ നിർത്തി. എന്നിട്ട് അവരോട് ചോദിച്ചു: ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തു? പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവനോട് പറഞ്ഞത്: ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് പറയുന്നു. By the name of Jesus Christ of Nazareth,
who you crucified, who God raised from dead. By him, this man stands here before you whole. എൻ്റെ നാമം ഉയർത്തുന്നവനെ ഞാനും ഉയർത്തുമെന്ന് പറഞ്ഞുകൊടുത്ത് ഗുരുവിൻ്റെ വാക്ക് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ അവർ ഇങ്ങനെ പ്രായോഗികവൽക്കരിക്കുക. അപ്പോഴേക്കും പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ഈ അപാരമായ ധൈര്യം കണ്ട് ദി മാർവൽഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ ആശ്ചര്യപ്പെട്ടു പോയി. ആ ആശ്ചര്യം അവരെ സത്യത്തിൽ സ്തബ്ധരാക്കി. അവരൊന്ന് കൂടിയാലോചിച്ചിട്ട് ഒന്ന് ശാസിച്ച് വിട്ടയക്കാമെന്ന് വിചാരിച്ചു. പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ തിരിച്ചു ചോദിച്ചു, whether it is right in the sight of God to listen to you more than to God, you judge. ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ശരിയോ എന്ന് നിങ്ങൾ പറയുക. എഴുത്തിൻ്റെ നിർഭീകത കൊണ്ട് തൻ്റെ കാലത്തെ അതിശയിപ്പിച്ച മാർ അൽവാരീസ് ഇങ്ങനെ പതിയെ പതിയെ ഈ വരികൾക്കിടയിലൂടെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനം എഴുതിയപ്പോഴും ഇതേ ആശയം ആവർത്തിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിലാരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല. But let none of you suffer as a murderer, a thief, an evildoer, or as a busybody in other people's matters. Yet, if anyone suffers as a Christian, let him not be ashamed, but let him glorify God in his matter. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയേ വേണ്ടത്. ക്രിസ്തുവിൻ്റെ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ പുരോഹിതനാണ് അൽവാരീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ആത്മാക്കളുടെ രക്ഷയെ പ്രതി ജാഗരൂകനായ ഇടയനായി അദ്ദേഹം നിലകൊണ്ടു. അതുകൊണ്ട് തന്നെ ഭയാശങ്കകളില്ലാതെ അദ്ദേഹം ഉറക്കെ തിന്മകളെക്കുറിച്ച് വിലപിച്ചു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം തൻ്റെ കൂട്ടുകാരനായ സെയിൻറ്റ് തേഡോറിന് എഴുതിയ കത്തുകളുടെ സമാഹാരമായ ഒരു പുസ്തകമുണ്ട്. ഓൺ റിപ്പൻറ്റൻസ് ആൻഡ് ഡിഫീറ്റിംഗ് ഡിസ്പെയർ എന്ന പേരിൽ ആ പുസ്തകം ലഭ്യമാണ്. വൈദിക വിദ്യാർത്ഥികൾക്കറിയാമായിരിക്കണം, സെയിൻറ്റ് ബേസിലും സെയിൻറ്റ് ജോണും സെയിൻറ്റ് തിയഡോറും ഏതാണ്ട് ഒരേ അസറ്റിക്കൽ ബ്രദർഹുഡിൽ പഠിച്ചു വളർന്നവരാണ്. ആ സമയത്താണ് തിയഡോറിന് ഒരു ചെറിയ ലോകപ്രകാരമുള്ള ഇഷ്ടമൊക്കെ വരുന്നത്. സന്യാസത്തിൽ നിന്ന് അയാൾ മാറിപ്പോകുമോ എന്നുള്ള ഭയം കൊണ്ട് കൂട്ടുകാരനായ സെയിൻറ്റ് ജോൺ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ എഴുതിയ 2 കത്തുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ആ കത്ത് ആരംഭിക്കുന്നത് ജെറമ്യ പ്രവാചകൻ്റെ വിലാപം ഉദ്ധരിച്ചുകൊണ്ടാണ്. 1-ാമത്തെ അധ്യായത്തിൻ്റെ ടൈറ്റിൽ തന്നെ വീപ്പിംഗ് ഓവർ യു. ഇഫ് Jeremiah the prophet wept for the people and nation, much more ought I weep for you, because I weep for your soul, which is even more precious, because it is a temple of God and it is now destroyed. ദേവാലയത്തിൻ്റെ മഹത്വം പൊയ്പോയതിനെക്കുറിച്ച് യെരമ്യാവ് വിലപിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മന്ദിരമായ നിന്റെ നാശത്തെക്കുറിച്ച് ഞാൻ വിലപിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പിന്നീട് ചോദിക്കും, സാധാരണ ആളുകൾ ശരീരപ്രകാരം മരിച്ചാൽ ഫിസിക്കൽ ഡെത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മളിങ്ങനെ വിലപിക്കാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരാൾ ആത്മീയമായി മരിച്ചാൽ അയാളുടെ സ്പിരിച്വൽ ഡെത്തിനെക്കുറിച്ച് എത്രമാത്രം അധികമായി നാം കരയേണ്ടതുണ്ട് എന്നയാളിങ്ങനെ പറയുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ ആത്മബോധത്തെ ഉണർത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ എല്ലാത്തരം
നമ്മുടെ പള്ളി ജീവിതങ്ങളുടെ പൊള്ളത്തരങ്ങളെല്ലാം തകർക്കുന്ന ഒരു വരിയുണ്ട് ഈ കത്തിൽ. അതിങ്ങനെയാണ്: ഡു യു സ്പെൻഡ് സോ മച്ച് ടൈം അഡോറിങ് ദ ബോഡി വിച്ച് സൂൺ വിൽ ഡിക്കേ and turn to dust, and yet neglect to beauty your soul, which is to appear before God? Should we not rather cleanse and prepare our soul, the immortal part of us, for its encounter with the King of Heaven? ആകാശത്തിലെ ദൈവത്തിന്, സ്വർഗാദി സ്വർഗങ്ങളിലെ ദൈവത്തിൻ്റെ മുൻപാകെ നഗ്നമായി ചെന്ന് നിൽക്കേണ്ട ഈ ആത്മാവിൻ്റെ സൗന്ദര്യത്തെ കൂടുതൽ വർദ്ധിതമാക്കാൻ നീ എന്ത് ശ്രമിക്കുന്നുണ്ട്? അത്യുന്നതിൻ്റെ മുൻപാകെ എത്തേണ്ട ആത്മാവിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നത് പ്രാർത്ഥന, നോമ്പ്, ഉപവാസങ്ങളാണ് എന്ന് നമുക്കറിയാം. ആ പ്രാർത്ഥന, നോമ്പ്, ഉപവാസങ്ങൾ നഷ്ടപ്പെടുത്തുകയും കേവലം ആഘോഷ ചമയങ്ങൾ കൊണ്ട് മാത്രം പൂരിപ്പിക്കപ്പെടുന്ന ഒരു മതജീവിതമായി നമ്മുടെ സഭാജീവിതം പരിണമിക്കുകയും ചെയ്താൽ അത്തരം അപജയങ്ങൾ ഏത് കാലത്തുണ്ടായാലും ആ കാലത്തിന് നേരെയുള്ള ഒരു ചോദ്യമായിട്ടാണ് AD 370കളിൽ ഈ വരികൾ എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ തനിയാവർത്തനം പല കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ക്രൈസ്തവ സഭയിൽ ഉയർന്ന ഈ ശബ്ദത്തിൻ്റെ, ഇതേ ചോദ്യത്തിൻ്റെ പേരാണ് അൽവാരീസ് മറിയോലിയോസ് മെത്രാപ്പൊലീത്ത. പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയും അഭയവുമായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.